ഹലോ, ചിത്രവസ്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ചിത്രവസ്ത്രയിൽ ഇതുവരെ പ്രൊക്രിയേറ്റ് ട്യൂട്ടോറിയൽസ് മാത്രമേ ഷെയർ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഫാഷൻ ഇല്ലസ്ട്രേഷൻ കൂടെ പഠിപ്പിക്കാമോ എന്ന്. കോഴ്സായിട്ട് ചെയ്യുമെന്നാണ് ചോദിച്ചത്. പക്ഷേ അതിനുള്ള സമയം എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. കോഴ്സായി ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതൊരു റെക്കോർഡഡ് സെക്ഷനാക്കി ക്ലാസ്സാക്കി പിന്നെ അതിനെ കുറേ മാർക്കറ്റ് ചെയ്ത് കുറേ പേർക്ക് അതിനെ നമ്മൾ വലിയൊരു റെസ്പോൺസിബിളായിട്ടുള്ളൊരു കാര്യമാണ് കോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഞാൻ അവർക്ക് അങ്ങനെ നമ്മൾ ടൈം കണ്ടെത്തി ഒക്കെ ചെയ്യണം. ഒരു 1-to-1 സെക്ഷൻ ആണെങ്കിൽ കൂടെ എനിക്ക് ആ ഒരു ടൈം ഞാൻ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു ഫാഷൻ ഡിസൈനർ മാത്രമല്ല, ഞാനൊരു ഡോക്ടറും കൂടെയാണ്. അപ്പോൾ എനിക്ക് ക്ലിനിക്ക് ഉണ്ട്, എനിക്ക് പേഷ്യൻസ് ഉണ്ട്. ഈ പേഷ്യൻസൊക്കെ ഏത് സമയത്താണ് വരിക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പൊതുവേ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ഒരു ഇപ്പം സമയം 1:30 ഉച്ചയ്ക്ക് 1:30. ഈ ഒരു ടൈമിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുക. എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് പേഷ്യൻസ് ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ രാത്രി ആയിരിക്കും എഡിറ്റ് ചെയ്യുക. പിന്നെ പിറ്റേ ദിവസമായിരിക്കും ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ റുട്ടീൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ എനിക്കിനി ഒരു ഒരു 1-to-1 സെക്ഷൻ അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ് പോലെ ഗൈഡൻസ് കൊടുക്കാനോ ഒരു കോഴ്സായിട്ട് ചെയ്യാനോ ഉള്ള സമയം ഇപ്പം തൽക്കാലത്തേക്കില്ല. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊരു റെക്കോർഡഡ് സെക്ഷൻ ആക്കിയിട്ട് ഒരു കോഴ്സ് മോഡലാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിനാണെങ്കിലും നമുക്ക് സമയം വേണം. പക്ഷേ ഇപ്പോൾ ആവശ്യമുള്ള കുറേ കുട്ടികളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇൻസ്റ്റയിലാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ എൻക്വയറീസ് വരുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നത് കോഴ്സസ് ഉണ്ടോ എന്ന് തന്നെയാണ്. അവർക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും പ്രൊവൈഡ് ചെയ്യാനില്ല. എനിക്കറിയാം ലാംഗ്വേജ് എന്ന് പറയുന്നതൊരു ഇഷ്യൂ ആണ്. മലയാളികളെക്കാളും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മൊത്തം വേറെ പുറത്തുള്ള ആളുകളാണ്. പുറത്ത് മീൻസ് കുറച്ച് നോർത്ത് ഇന്ത്യൻസും അങ്ങനെ തമിഴിയൻസൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചിത്രവസ്ത്ര എന്ന് പറഞ്ഞ ചാനൽ മലയാളം ചാനലാണ്. സോ ഇഫ് ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് പറയുക കേട്ടോ. എന്താ ചെയ്യാൻ പറ്റുമെന്നപ്പോൾ നോക്കാം. നമുക്ക് ഇംഗ്ലീഷിൽ ക്ലാസ്സസ് എടുക്കാൻ പറ്റിയാൽ ഇപ്പോൾ മലയാളം മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാന്നൊക്കെ ഉള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കതൊക്കെ ഡീൽ ചെയ്യാം. ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ഇതിലും ഓരോ എപ്പിസോഡ്സിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫാഷൻ ഇല്ലസ്ട്രേഷൻ ക്ലാസ്സസിൽ കൂടുതലായിട്ടും ഈ റെക്കോർഡിൽ ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സിലബസ് എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരുന്നു. ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഫസ്റ്റ് കളർ വീലാണ്, പിന്നെ ടിൻറ്റ് ടോൺ ഷെയ്ഡ്സ്, എലമെൻറ്റ്സ് പ്രിൻസിപ്പിൾസ്, പിന്നെ ബാഗ്സ്, ഹാൻഡ് വെയർ, ഫുഡ് വെയർ, ഹെയർ സ്റ്റൈൽസ്, ക്രോക്കീസിൽ തന്നെ ബ്ലോക്ക് ഫിഗേഴ്സും പിന്നെ ക്രോക്കീസ് മെയിൽ ആൻഡ് ഫിഗർ, ഡിഫറെൻറ്റ് പോസസ്, പിന്നെ സ്റ്റൈലൈസ്ഡ് ഫിഗർ എന്താണ് അതെങ്ങനെ ചെയ്യാന്നുള്ളത്, പിന്നെ ഫോൾഡ്സ്, പ്രിൻസിൽ ആനിമൽ പ്രിൻസും ചെക്സുമാണ് നമ്മളെ പഠിപ്പിച്ചത് കേട്ടോ. പിന്നെ കോമ്പണൻസ് ഓഫ് ഗാർമെൻറ്റ്സിൽ ടോപ്സ്, സ്ലീവ്സ്, നെക്ക് ലൈൻ, പാൻസ്, കഫ്സ്, സ്കേർട്സ്, കോളേഴ്സ്, പോക്കറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫാബ്രിക് റെൻഡറിങ്ങിൽ പ്രിൻറ്റഡ് ഫാബ്രിക്സ്, അതും ഫ്ലോറൽ പ്രിൻറ്റ്, ലേസ്, സീക്വൻസ്, ഫർ, ഷിയർ, ഡെനിം നെറ്റ്, സ്ട്രൈപ്സ്, ബ്രൈഡൽ വെയർ. ഈ ബ്രൈഡൽ വെയറിൽ നമ്മൾ കൊണ്ട് വെൽവെറ്റാണ് ചെയ്യിച്ചത്. അപ്പോൾ അത് വെൽവെറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫാഷൻ സ്റ്റൈലിങ്ങും ഫാഷൻ മേക്കപ്പ്, ടെക്സ്ചർ ആർട്ട് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ. ഇത്രയാണ് ഈ ഒരു റെക്കോർഡ് വർക്കിലുള്ള കാര്യങ്ങൾ. ഇത് ഞാൻ നമ്മുടെ ഈ ചാനൽ ത്രൂ
പറയാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളർ വീലാണ്. അപ്പോൾ കളർ വീലിൽ നമ്മൾ കൂടുതലും കളർ തിയറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. കളർ അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ്, ഇപ്പോൾ കോംപ്ലിമെൻ്ററി കളേഴ്സ് ഉണ്ട്, അനലോഗ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇതിൽ കളർ എന്നുള്ള ഒരു സബ്ജക്റ്റിൽ പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോവുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ വാല്യൂസാണ്. വാല്യൂസിലാണ് ടിൻറ്റ്, ടോൺ, ഷെയ്ഡ്സ് എല്ലാം വരുന്നത്. അപ്പോൾ അതും നമുക്ക് നോക്കാം എന്താണ് ഇതെല്ലാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ എലമെൻസിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ പോയിൻറ്റ്സ്, ലൈൻസ്, ടെക്സ്ചർ, ഷെയ്ഡ്സ്, ഇങ്ങനെ പലതും കാണാം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യം, ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ പ്രിൻസിപ്പിൾസിൽ സിമെട്രിക്, എസിമെട്രിക്, ഹാർമണി, റിതം, എംഫസിസ്, പ്രപ്പോർഷൻ. അപ്പോൾ ഇതും എന്തൊക്കെയാണ്, ഇതൊക്കെ എന്താ സംഭവം എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ബാഗ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഈ ബാഗിൽ ഞാൻ തന്നെ സ്വയം ഡിസൈൻ ചെയ്ത ബാഗാണ്. നോക്കി വരയ്ക്കാനാണെങ്കിലും ഞാൻ എങ്ങനെയാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമുള്ള എൻ്റെ ഒരു രീതിയിലാണ്. ഇപ്പം എനിക്ക് ഡ്രീം ക്യാച്ചറൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബാഗിൽ ഞാൻ ഡ്രീം ക്യാച്ചറിനെ കൊണ്ടുവന്നു. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കില്ലേ. അപ്പോൾ അവനവൻ്റെ ഇഷ്ടങ്ങൾ വെച്ച് അവനവൻ്റെ രീതിയിലുള്ള ബാഗ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇത് ഞാൻ എന്ത് ചെയ്യും, നമുക്ക് ഇതൊക്കെ ഞാൻ വാട്ടർ കളർ വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഹാൻഡ് സ്കെച്ചിങ് എങ്ങനെ ചെയ്യാന്നുള്ളതും ഡിജിറ്റലായിട്ട് നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പിൽ നമുക്കിത് ചെയ്യാം, ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്യാം. അതുപോലെ പ്രൊക്രിയേറ്റ് ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതാണ് ഞാൻ ചിത്രവസ്തുക്കളിൽ കൂടുതലായിട്ട് പറയുന്നതും. അപ്പോൾ പ്രൊക്രിയേറ്റിൽ നമുക്കിതെങ്ങനെ ചെയ്യാം എന്നുള്ളതും ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. ഒരു ദിവസം കൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം സാരില്ല, നമുക്കിതിപ്പോൾ യൂട്യൂബ് ചാനലാണല്ലോ, ഒരുപാട് സമയം എടുക്കാമല്ലോ. അതാണ് അതുകൊണ്ടാണ് ഞാൻ കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളല്ലേ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാൾക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ മെയിനായിട്ട് ആ ഡെഡിക്കേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഓക്കെ, അത് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആവണം, അവൈലബിൾ ആയിരിക്കണം. ഞാനിപ്പോൾ ഒരു സമയം പറയുകയാണ്, എല്ലാ ദിവസവും കറക്റ്റായിട്ട് 6 മണിക്ക് ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ ലൈവായിട്ടുള്ള ക്ലാസ് ഞാൻ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ദിവസം എനിക്ക് അവൈലബിൾ ആവാൻ പറ്റണം അല്ലേ. പക്ഷെ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ, ഈ ടൈമിലൊക്കെ പേഷ്യൻസ് വരുന്ന ഞാൻ, ഏത് സമയത്താണ് ഞാൻ ഫ്രീ ആവാന്ന് എനിക്കറിയൂല. അപ്പം ഞാൻ എങ്ങനെ അത് ചെയ്യും? അതാണ് എനിക്കുള്ള ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. അല്ലാതെ എനിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഇതാവുമ്പോൾ എന്താ, ഫ്രീ ആയിട്ട് എല്ലാവർക്കും. മറ്റേതൊരു ഫീസ് എന്തായാലും നമ്മൾ വെക്കും അല്ലേ. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോച്ചിങ് ആണ്. ഇൻഡിവിജ്വൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് ഒക്കെ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ബേസിക്സ് പോലും അറിയാത്തവരുണ്ടാവും അല്ലേ, വരയ്ക്കാൻ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം നമുക്ക് സമയം വേണം എന്നുള്ളതാണ് മെയിൻ കാര്യം. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസ് ആയിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചത് വെസ്റ്റ്ബർഗ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവിടുത്തെ ലോഗോ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ഡിസൈനിൻ്റെ പിന്നിൽ ഓരോ സ്റ്റോറി ഉണ്ടാവും. പിന്നെ ബാഗ് ഡിസൈനിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ തന്നെ ആലോചിച്ചെടുത്തിട്ട്, ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് ഒരു പൂമ്പാറ്റനെടുത്ത് വരച്ചു, തോന്നിയ ഒരു ഫ്ലവർ വരച്ചു, നമ്മുടെ ഡിസൈനായി അല്ലേ. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ഹാൻഡ് വെയർ, ഇതൊക്കെ ജ്വല്ലറി ഇതിലാണ്. പിന്നെ ഫുഡ് വെയർ, ഇതും
എന്താണ് നമ്മൾ ഇതുപോലെ സ്വയം തന്നെ ഒരു ഇത് ജസ്റ്റ് ഷൂ വരയ്ക്കാൻ നമ്മൾ അറിയണം, ഒരു ചെരുപ്പ് ഫുട്വെയർ വരയ്ക്കാൻ നമ്മൾ അറിയണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസൈനൊക്കെ നമുക്ക് തോന്നിയതുപോലെ കൊടുക്കാം അല്ലേ. ഇതുപോലെ ഒരു ഇതൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം അതൊക്കെ എങ്ങനെ ചെയ്യാം, ഇതെല്ലാം എൻ്റെ മാത്രം ഡിസൈനാണ്. അപ്പം സ്വന്തമായിട്ട് എങ്ങനെ നമ്മളൊരു ഫുട്വെയർ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. അത് ബോത്ത് ഹാൻഡ് സ്കെച്ചസും പഠിക്കാം, ഡിജിറ്റലായിട്ടും. ഇതെല്ലാം നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും നമുക്ക് പഠിക്കാം. ഹെയർ സ്റ്റൈൽസിൽ ഇപ്പോൾ ഇത് വേവി ഹെയർ ആണ്, ഇത് സ്ട്രെയിറ്റ് ഹെയർ ആണ്, ഇത് കേളി ഹെയർ ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കിതിൽ പഠിക്കാം. ബ്ലോക്ക് ഫിഗേഴ്സ് ഉണ്ട്, മെയിൽ ഫിഗറും ഫീമെയിൽ ഫിഗറും. ഇതൊക്കെ കുറച്ച് എല്ലാത്തിനും ഒരു പ്രപ്പോർഷനും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെ ഇത് വരയ്ക്കാം എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ പ്രപ്പോർഷനും അനാട്ടമി പോലത്തെ സംഭവങ്ങളും, ഇപ്പം ഞാൻ ഡോക്ടറും കൂടെയാണ്, അനാട്ടമി കുറച്ചും കൂടെ അറിയാം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്രോക്കീസ് ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോസാണ്, മെയിലും ഫീമെയിലും. അതിൻ്റെ ഡിഫറെൻറ്റ് പോസസ് എങ്ങനെ വരയ്ക്കും, ഞങ്ങൾ 2 പോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, കുറേ പോസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാം. പിന്നെ സ്റ്റൈലൈസ്ഡ് ഫിഗർ, ഇത് കാണുമ്പോൾ ഒരു ജിറാഫ്, ഞാൻ അതുപോലത്തെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടാണ് ഇവിടെ. എനിക്കിത് കണ്ടപ്പോൾ ഒരു ജിറാഫിനെ പോലെയാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ. ഒരു സ്റ്റൈലൈസ്ഡ് ഫിഗർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ആ ഒരു എന്താ ഔട്ട്ഫിറ്റിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് ഉള്ള ഒരു ഫിഗർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം, എന്താണ് സ്റ്റൈലൈസ്ഡ് ഫിഗർ, കൂടുതൽ ഡീറ്റെയിലേക്കൊക്കെ നമുക്ക് പോവാം. പിന്നെ ഫോൾസ് നമുക്ക് പഠിക്കാം. പിന്നെ പ്രിൻസ് നമുക്ക് പഠിക്കാം. ആനിമൽ പ്രിൻസ്, ഇത് ഡിഫറെൻറ്റ് ആനിമൽ പ്രിൻസ് ആണ്. നമ്മളിപ്പോൾ ഡ്രസ്സിലൊക്കെ കാണുമല്ലോ ആനിമൽ പ്രിൻസ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്നെക്കൊണ്ട് ചെയ്യിച്ചത് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിലായിട്ടാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് ചെയ്യാം കേട്ടോ. പലരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ പഠിച്ച കുട്ടികൾ തന്നെ പലരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആനിമൽ പ്രിൻസ് എങ്ങനെ ചെയ്യാം. പിന്നെ ചെക്സ് ഇപ്പോൾ തൽക്കാലത്തേക്ക് 4 ചെക്സാണ് വരച്ചിട്ടുള്ളത്. അത് ഒരുപാട് ചെക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്സ് ഉണ്ട് എന്നുള്ളതും എങ്ങനെയാണ് ഓരോ ചെക്സും വരയ്ക്കുക എന്നുള്ളതും ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ കോമ്പണൻസ് ഓഫ് ഗാർമെൻറ്റ്സ് ആണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്സ് ഇപ്പോൾ നമ്മളെ കൊണ്ട് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ചെയ്യിച്ചത്. അതൊരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഒരു ചാനൽ ഒരു ഇതിലൊന്നും നിൽക്കൂല. അത്രക്ക് വേസ്റ്റാണ് ഫാഷൻ ഡിസൈനിങ് ഫീൽഡ് എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, പ്രൊക്രിയേറ്റ് ക്ലാസ്സസും കൂടെ ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ഫാഷൻ ഇല്ലസ്ട്രേഷനും കൂടെ പഠിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വെറൈറ്റീസ്, ഇത്രയും ടോപ്സ് ഉണ്ട്, പല ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ക്ലാസ്സിൽ തന്നെ 1-2 ടോപ്സ് ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ടോപ്സ് തന്നെ നമുക്ക് ഷോർട്ട് ടോപ്സ് ഉണ്ട്, ലോങ് ടോപ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവനവൻ്റെ ഓരോ ടോപ്സൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടും ഇപ്പോൾ ഉള്ള ഇത് വെച്ചിട്ട് എങ്ങനെ അതൊക്കെ ചെയ്യാം എന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ സ്ലീവ്സ് ഇതൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ചെയ്യിച്ചത്. പാൻറ്റ്, പിന്നെ കപ്സ്, സ്കേർട്ട്സ്, പിന്നെ കോളേഴ്സ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 ടൈപ്സ് ചെയ്യാനാണ് പറഞ്ഞു കേട്ടോ. ഇതൊന്നും സത്യം പറഞ്ഞാൽ ആരും നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് പ്രൊജക്റ്റ് പോലെ തന്നു, നമ്മളോട് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ചെയ്തു, റെഫർ ചെയ്തു, എന്നിട്ട് നമ്മൾ തന്നെ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. സത്യമാണ്. ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളോട് ഇതാ ചോദിച്ചത് പോലും, ഒരു 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇത് പറയും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അറിയണമല്ലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് എന്നുള്ളതും, ഇതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതും, എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതും എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ പോക്കറ്റ്സ്, ഫാബ്രിക് റെൻഡറിങ്. ഫാബ്രിക് റെൻഡറിങ്ങിൽ ഇപ്പം ഇത് കാണുമ്പം
ഇത് ക്ലോത്താണ് കേട്ടോ, ഇത് ക്ലോത്താണ്. ഒരു ഫാബ്രിക് നമ്മൾ എടുക്കും, ആ ഫാബ്രിക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ക്ലോത്ത് പോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വരയ്ക്കാൻ പറ്റണം. അപ്പോൾ ഇത് ക്ലോത്താണ്, ഇത് ഞാൻ വരച്ചതാണ്. അപ്പോൾ ഇത് ഓരോന്നോരോന്നും അങ്ങനെ ചെയ്തതാണ്. എന്തൊക്കെ പറഞ്ഞാലും ക്ലോത്തിൻ്റെ ആ ഒരു മനസ്സിലാവില്ല, മെറ്റീരിയലിൻ്റെ ഒരു ഇത് എന്തായാലും വരും. അപ്പോൾ ഇത് നമ്മൾ വരച്ചെടുക്കുമ്പോൾ ചെറിയൊരിത് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പം മെറ്റീരിയൽ. അതെങ്ങനെ നമുക്ക് സെയിം ഷെയ്ഡിലൊക്കെ വരച്ചെടുക്കുക എന്നുള്ളതൊക്കെ കുറച്ച് പണിയാണ്, നോക്കി നോക്കി ചെയ്യണം. അപ്പം അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ശരിക്കും ഇപ്പം ഹാൻഡ് സ്കെച്ചസിനേക്കാളും കൂടുതലും ഡിജിറ്റലാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. എന്നാലും നമുക്കിത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. ഫ്ലോറൽ പ്രിൻ്റ്, പിന്നെ ലേസ് ഇതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. പിന്നെ സീക്വൻസ്, ഫർ, ഷിയർ. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഷിയറാണ് കേട്ടോ. അത് എനിക്ക് എൻ്റെ മാഡം ആണ് കറക്റ്റായിട്ട് കുറച്ച് എന്നെ പഠിപ്പിച്ചത്. അർഫിന മാം എന്ന് പറഞ്ഞ മാമാണ് എനിക്ക് ഷിയർ എങ്ങനെ വരയ്ക്കുക, എങ്ങനെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. വാട്ടർ കളർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, പെട്ടെന്ന് എന്തെങ്കിലും നമുക്കിപ്പം ഇത് ചെയ്തത് പെൻസിലാണ്, അപ്പം നമുക്ക് അങ്ങനെ 2 രീതിയിലും ചെയ്യാം. പെൻസിലും യൂസ് ചെയ്യാം, വാട്ടർ കളറും യൂസ് ചെയ്യാം. ആക്രിലിക് ആണ് താല്പര്യമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഏത് മീഡിയം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് പറയാം കേട്ടോ. പിന്നെ നിറ്റഡ് ഫാബ്രിക്കും അതുപോലെ തന്നെ പല ടൈപ്പിൽ, പല ഡിസൈനിൽ, പല മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് നോക്കാം. പിന്നെ സ്ട്രൈപ്സ്, ഇത് ബ്രൈഡൽ വെയർ ആണ്. അപ്പോൾ പിന്നെ ഫാഷൻ സ്റ്റൈലിങ്ങിലോട്ടേക്ക് പോയി. ഞാൻ ദേവസേന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് കൊടുത്തത്. ഇതാണ് ഞാൻ. എന്നിട്ട് അതുപോലെ ഏകദേശം അതുപോലത്തെ ഒരു സ്റ്റൈലിങ് ചെയ്തതാണ് കേട്ടോ. എന്തായാലും നമുക്ക് അനുഷ്കൊന്നും ആവാൻ പറ്റില്ല, പക്ഷേ സ്റ്റൈലിങ് വഴി ആ ഒരു സ്റ്റൈല് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫാഷൻ മേക്കപ്പ്, ഇത് ലിപ്പ് മേക്കപ്പും ഐ മേക്കപ്പും ആണ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചത്. പിന്നെ ടെക്സ്ചർ ആർട്ടാണ്. ഇതിപ്പോൾ ഞാനൊരു മറ്റേ വൂൾ ത്രെഡില്ലേ, അത് വെച്ചിട്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ ഇത് ഒരു കൊളാഷ് ആക്കിയിട്ട് എങ്ങനെ നമുക്കൊരു ബോർഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആ ഒരു മൂഡ് ബോർഡ് പോലെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇത് ടെക്സ്ചർ ആർട്ട്. പിന്നെ പോർട്ട്ഫോളിയോ ആണ് ദ ഗ്ലിംസ് ഓഫ് ഹോപ്പ്. ഞാൻ ചെയ്ത എൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഗാസ ആയിരുന്നു. ഗാസ നമ്മുടെ വോറല്ലേ. അപ്പം എൻ്റെ തീം അനുസരിച്ചിട്ട് വോർ കഴിഞ്ഞിട്ട് പീസ് വരും, സമാധാനം വരും എന്നുള്ളൊരു തീമായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഇസ്രായേൽ പലസ്തീൻ വോറായിരുന്നു എൻ്റെ ഒരു മെയിൻ ഫോക്കസ്. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ആ വോറിനേക്കാളും യുദ്ധം അവസാനിക്കും, സമാധാനം വരും എന്നുള്ള ഒരു തീമായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പം അത് ബേസ് ചെയ്തിട്ട് നമ്മൾ 5 ഗാർമെൻറ്റ്സ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ എൻ്റെ 5 ഗാർമെൻറ്റ്സും 5 കഥ പറയുന്ന രീതിയിലായിരുന്നു ഞാൻ ഡിസൈൻ ചെയ്തത്. അപ്പം ആദ്യത്തെ ഈ ഒരു ഗാർമെൻറ്റ് എന്ന് പറയുമ്പം ഞാനൊരു യുദ്ധഭൂമിയാണ് ഉദ്ദേശിച്ചത്. യുദ്ധഭൂമി എന്ന് പറയുമ്പോൾ ഒരു മണ്ണ്, ഈ ഒരു കളർ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെഡിഷ് ബ്രൗൺ കളറ് ഞാൻ സെലക്ട് ചെയ്തത്. ആ ഒരു സോയിൽ, മണ്ണിൻ്റെ ഒരു കളറും, പിന്നെ അതുപോലെ വൈറ്റ് എന്ന് പറയുമ്പോൾ പീസിൻ്റെ പ്രതീക്ഷ, അതുപോലെ സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലും വൈറ്റ് ആണല്ലോ ഫോക്കസ് ചെയ്യുക. അപ്പം അത് പിന്നെ ഇവിടെ ചെറിയൊരു ഫെർ പോലെ കൊടുത്ത എന്തിനാന്ന് വെച്ചാൽ ആ ഒരു വോറിൻ്റെ പുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചെടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്തത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ഗാർമെൻറ്റ് ഇതായിരുന്നു. ഇതെന്ന് വെച്ചാൽ ആ യുദ്ധഭൂമിയിലുള്ള ജനങ്ങളുടെ ഒരു അവസ്ഥ, ഇപ്പോൾ ഒരു കുട്ടീനെ പിടിച്ചിട്ടുള്ള ഒരു മദർലി എഫെക്ഷൻ. അപ്പം നമ്മൾ ഒരു വൈറ്റ് ഫുൾ ഗൗണായിരുന്നു അത്. അപ്പോൾ ആ ഗൗണിൽ ഒരു നമ്മുടെ ചെസ്റ്റിൽ ഒരു ഹാൻഡ് പ്രിൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ആ ഹാൻഡ് പ്രിൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റോറി ആയി അല്ലേ. ബ്ലഡ് സ്റ്റെയിൻഡ് ഹാൻഡ് പ്രിൻറ്റ്
ചെസ്റ്റിൽ നമ്മുടെ നെഞ്ചിൽ ആ പ്രിൻ്റ് കൊണ്ട് നടക്കുന്ന ഒരു അമ്മയുടെ ഒരു ഇതാണ് ഞാൻ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ കുട്ടീനെ പൊതിഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഒരു സംഭവം. ഓക്കെ, പിന്നെ ഈ എൻ്റെ തേർഡ് ആള് ഒരു ഹീറോ പരിവേഷമാണ് ഞാൻ കൊടുത്തത്. പ്രൊട്ടസ്റ്റ്, ഇപ്പോൾ യുദ്ധഭൂമിയിലെ സഫറിങ് ആണ് ഞാൻ രണ്ടാമത്തെ ഗാർമെൻറ്റിൽ കാണിച്ചതെങ്കിൽ തേർഡ് ഗാർമെൻറ്റിൽ ഞാൻ കാണിച്ചത് എന്താണ്, അവിടെ പ്രൊട്ടസ്റ്റ് കുറേ നടന്നിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഒരു മിന്നൽ മുരളി സ്റ്റൈല്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഈ ഒരു സംഭവം ആക്സസറീസൊക്കെ ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കി ഒക്കെ ചെയ്തിരുന്നു. ഇതായിരുന്നു എൻ്റെ പോർട്ട്ഫോളിയോ. അപ്പം അത് എന്താണ്, എങ്ങനെ അത് പുറത്തേക്ക് വന്നു എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാം. ഒരു സ്റ്റേജ് ഷോ ഒക്കെ നമ്മൾ നടത്തിയിരുന്നു, അത് ഞാൻ ഈ ചാനലിൽ ഷെയർ ചെയ്യാം. അവസാനം ഔട്ട്ഫിറ്റ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. പിന്നെ നാലാമത്തെ ഗാർമെൻറ്റ് ഇതായിരുന്നു. 4ഉം 5ഉം ഞാൻ പീസാണ് കൊണ്ടുവന്നത്. നാലാമത്തേത് പീസ്, അത് പീസ് സിമ്പിളും പിന്നെ ആളുടെ ഇതിൽ കുറച്ചൊരു ഷിയർ എഫക്റ്റ് ഒക്കെ കൊടുത്തൊരു പ്രാവിൻ്റെ ഒരു ഇത് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് കേട്ടോ. അതായിരുന്നു എൻ്റെ നാലാമത്തേത്. അഞ്ചാമത്തെ ഗാർമെൻറ്റ് ശരിക്കും കൊണ്ടുവരാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. കാരണം ഫെതേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും ഒരു ഫുൾ ഗൗൺ എന്നുള്ള രീതിയിലാണ് എൻ്റെ 5th ഗാർമെൻറ്റ്. അപ്പോൾ ഇതായിരുന്നു. പിന്നെ കുറച്ച് ക്രൗണൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളതും അതിൻ്റെ സ്റ്റോറി ഞാൻ വേറെ തന്നെ പോർട്ട്ഫോളിയോ സ്റ്റോറി എന്ന് പറഞ്ഞ് ഞാൻ ഇടാനുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യത്തിൽ നല്ല കോഴ്സായിരുന്നു, അടിപൊളി കോഴ്സായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ്, ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്യണ്ടേ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഇതിൽ പോർട്ട്ഫോളിയോ ഒന്നും അല്ലെങ്കിലും നമുക്ക് ഫാഷൻ ഇല്ലസ്ട്രേഷൻ എങ്ങനെ പഠിക്കാം എന്നുള്ളതും എങ്ങനെ ചെയ്യാം, കളറിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി മുതൽ അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഷെയർ ചെയ്യും. അപ്പം നമുക്ക് പ്രൊക്രിയേറ്റ് മാത്രമല്ല, ചിത്രവസ്ത്ര എന്ന് ഞാൻ ഈ ചാനലിൽ പേരിടാൻ തന്നെ കാരണം അതാണ്. ഇതിൽ നമ്മൾ ആർട്ടും പഠിക്കാം. ഓക്കെ, നമുക്ക് പെയിൻറ്റിങ്ങും പഠിക്കാം, ചിത്രവും പഠിക്കാം. വസ്ത്ര എന്ന് പറയുമ്പോൾ വസ്ത്രം എങ്ങനെ, നമുക്കൊരു ഡ്രസ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെ പഠിക്കാം, ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു നെയിം നമ്മുടെ ചാനലിൽ ഇട്ടത് തന്നെ. അപ്പോൾ നമുക്ക് പ്രൊക്രിയേറ്റ് മാത്രം പഠിച്ചാൽ പോരാലോ, നമുക്ക് ഇല്ലസ്ട്രേഷനും കൂടെ പഠിച്ചെടുക്കാലോ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള എൻ്റെ ഈ ഒരു റെക്കോർഡ് ബേസ്ഡ് ആയിട്ടായിരിക്കും ഞാൻ എൻ്റെ വീഡിയോസ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ. അതിന് മുൻപ്, ബൈ ഒക്കെ പറയുന്നതിന് മുൻപ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കോഴ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുക. പിന്നെ ഡെയിലി വീഡിയോസ് ഇടാനും എനിക്ക് അങ്ങനെ പറ്റാത്തതിൻ്റെ ഒരു റീസൺ ഇതാണ്. എനിക്ക് ക്ലിനിക്ക് ഉണ്ട്, എനിക്ക് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തിരക്കില്ലാത്ത ദിവസങ്ങളിലായിരിക്കും ഞാനിതൊക്കെ ചെയ്യുക, തിരക്കില്ലാത്ത സമയത്തായിരിക്കും ഞാനിത് ചെയ്യുക. പിന്നെ നമ്മൾ സ്ത്രീകളും കൂടെ ആകുമ്പോൾ വീട്ടു ജോലി ഉണ്ടാവും അല്ലേ. ഡോക്ടറാന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റൂല, കുറേ പണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ കുറച്ച് തിരക്കുകളുണ്ട്, അതാണ്. അപ്പോൾ എന്നാലും നമുക്ക് മാക്സിമം ഓരോന്നോരോന്ന് പതുക്കെ ഒരു തിരക്കില്ലാതെ പഠിച്ചു പോവാട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.